നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. കേരളത്തിൽ തന്നെ അപമാനമാവുന്ന നിലയിലേക്കുള്ള ഒരു പെരുമാറ്റം ഉണ്ടായ ഒരു സാഹചര്യമാണ്. എറണാകുളം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ പരിപാടിയിൽ നിന്നും സംഗീത സംവിധായകൻ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായകനുമായ ജാസി ഗിഫ്റ്റ് ഇറങ്ങിപ്പോയിരിക്കുന്നു. ഇറങ്ങിപ്പോകാനുള്ള കാരണങ്ങൾ കൃത്യമായി തന്നെ പറയുകയും ചെയ്യുകയാണ് ഞാൻ. കഴിഞ്ഞ ദിവസമായിരുന്നു കോളേജ് ഡേക്ക് ഇദ്ദേഹം ഗസ്റ്റായിട്ട് എത്തിയത്. ഗസ്റ്റായി എത്തി കോളേജ് ഡേക്ക് ആഘോഷത്തിന്റെ ഭാഗമായി ഇദ്ദേഹം ഒരു ഗാനം ആലപിക്കുന്നു. അപ്പോഴാണ് ഒരു ദുരനുഭവം ഉണ്ടാവുന്നത്. പാടുന്നതിനിടയിൽ വേദിയിലേക്ക് കയറി വന്ന പ്രിൻസിപ്പൽ ജാസി ഗിഫ്റ്റിന്റെ മൈക്ക് പിടിച്ചു വാങ്ങി. എന്തിനാണ് പിടിച്ചു വാങ്ങിയെന്നാണ് കൃത്യമായി ഞാൻ പറയുന്നത്. ജാസിയുടെ കൂടെ മറ്റൊരു ആളും കൂടെ പാടാൻ സ്റ്റേജിലേക്ക് എത്തി. ആ പാട്ട് പാടുമ്പോൾ മറ്റൊരു ആളും കൂടെ പാടാൻ വേണമെന്നും ജാസിക്ക് അറിയാമായിരുന്നു. അങ്ങനെ പാടാൻ എത്തിയപ്പോഴായിരുന്നു ഇത് ഇവിടെ അനുവദിക്കില്ല, ജാസി മാത്രമാണ് പാടേണ്ടത്, ഇത് ലംഘിച്ചിരിക്കുന്നു, ജാസിയും ഇത് ലംഘിച്ചിരിക്കുന്നു പറഞ്ഞ് ജാസിയുടെ മൈക്ക് ബലമായിട്ട് ഒരു പ്രിൻസിപ്പൽ പിടിച്ചു വാങ്ങുന്നു. ഇത് എന്തുമാത്രം കേരളത്തിന് അപമാനമാവുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും ഇഷ്ടപ്പെടുന്ന, ഇത്രയും പ്രേക്ഷകരുള്ള ഒരു ഗായകനെ കോളേജിൽ കൊണ്ടുവന്നിട്ട് അപമാനിക്കുന്ന നിലയിലേക്ക് ഒരു പ്രിൻസിപ്പൽ പെരുമാറിയെങ്കിൽ അത് വളരെ വേദനയുള്ള സംഭവം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ രംഗമാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. ഇതോടെ നിലപാട് അംഗീകരിക്കാനാവില്ല എന്ന നിലയിൽ ഉറച്ചുകൊണ്ട് തന്നെ ജാസി വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അത് മറ്റ് വിദ്യാർത്ഥികളെല്ലാം വലിയ സങ്കടത്തിലാക്കി. കാരണം ഇത്രയും നല്ലൊരു ഗായകൻ നല്ല രീതിക്ക് സ്റ്റേജിൽ പാട്ട് പാടുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് പ്രിൻസിപ്പൽ കയറി വന്നു, മൈക്ക് തട്ടിപ്പറിക്കുന്നു, ഇറങ്ങിപ്പോകുന്ന നിലയിലേക്ക് വരുത്തി തീർക്കുന്നു. ഇടം തന്നെ ജാസി അദ്ദേഹത്തിൻ്റെ അഭിമാനം വിറ്റുകൊണ്ടുള്ളൊരു പരിപാടിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം വേദിയിൽ നിന്നും ഇറങ്ങിപ്പോയി. സംഗീത ജീവിതത്തിലെ ആദ്യം മോശം അനുഭവമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതുവരെ ഇത്തരം ഒരു അനുഭവം ജാസിക്കുണ്ടായതായി നമുക്ക് ആർക്കും അറിയില്ല. അദ്ദേഹം എവിടെ വന്നാലും ചിരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തോളത്ത് കൈയിട്ടുകൊണ്ട് എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരനുഭവമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും സംഘടനകളൊക്കെ ഉണ്ട്, ഈ ഗായകരുടെ സംഘടനയുണ്ട്, ഇവരുടെ എല്ലാം പ്രതികരണം വരേണ്ടതായി ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തരമൊരു പ്രിൻസിപ്പൽ എന്ത് മോശമായിട്ടാണ് ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന നിലയിൽ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രിൻസിപ്പൽ അവിടെ മറ്റ് വിദ്യാർത്ഥികളുടെ ഏത് രീതിക്കായിരിക്കും പ്രവർത്തിക്കുക എന്ന് നമുക്ക് വെറുതെ ഒന്ന് ചിന്തിക്കാവുന്നുള്ളൂ. ഇത്തരം നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിലപാട് അംഗീകരിക്കാതെ ജാസി ഇറങ്ങിയതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളും അവിടെ നിന്ന് ഇറങ്ങി SFIയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. വലിയ മുദ്രാവാക്യങ്ങളിലൂടെയാണ് ആ പ്രിൻസിപ്പൽ ഉപരോധിച്ച വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. ആ വിഷ്വലും നമുക്കൊന്ന് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതരുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവരെ ലഭിച്ചിട്ടില്ല. ഇവർ ഇതുമായി ഒരു വിശദീകരണം പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും ഖേദകരമായ കാര്യം. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഇതിനു മുമ്പും പരിപാടികൾ പലതും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിനു മുമ്പും ഇത്തരം പരിപാടികൾ ഉണ്ടായോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ഇപ്പോൾ ഉണ്ടായ ഈ അനുഭവം ഇനി മറ്റാർക്കും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ വീഡിയോയും ഈ വാർത്തയും നമ്മൾ പുറത്തുവിടുന്നത്. ഇനിയൊരു കലാകാരൻ ആ കോളേജിലെത്തിയാൽ ഇത്തരം ഒരു പ്രിൻസിപ്പാൾ ഉണ്ടെങ്കിൽ ആ കലാകാരന്മാർക്ക് ഉണ്ടാകാൻ പോകുന്ന അനുഭവമായിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ വിളിച്ചെങ്കിലും കോളേജ് വിദ്യാർത്ഥികൾ വിളിച്ചെങ്കിലും അവിടെ പോകണമെങ്കിൽ മുദ്ര പേപ്പറിൽ എഗ്രിമെൻറ്റ് ചെയ്ത് പോകണം. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യും, ഞാൻ ഈ പാട്ട് പാടുമ്പോൾ എനിക്ക് കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഡാൻസ് ചെയ്യുമ്പോൾ ഇന്നാളുണ്ടാവും, അത് പ്രിൻസിപ്പളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വരില്ല, അങ്ങനെയൊക്കെ എഗ്രിമെൻ്റ് ഉണ്ടായി പോകേണ്ട നിലയിലേക്കാണ് ഈ കോളേജ് അധികൃതർ മാറിയിരിക്കുന്നത്. എന്തായാലും ഇത് സമൂഹത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടണം. ഇത്തരം അധ്യാപകർ, ഇത്തരം പ്രിൻസിപ്പാൾമാർക്ക് നല്ല ഒരു ഉപദേശം നൽകിക്കൊണ്ട് മാനേജ്മെൻറ്റ് രംഗത്ത് വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്.